ഹലോ ഡിയേഴ്സ്, മൂന്നാമത്തെ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താലോ? എ ഗവൺമെന്റ് കമ്പനി ഈസ് എനി കമ്പനി ഇൻ വിച്ച് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഹെൽഡ് ബൈ ദ ഗവൺമെന്റ് ഈസ് നോട്ട് ലെസ് ദാൻ ഡാഷ്. ഒരു ഗവൺമെന്റ് കമ്പനി എന്ന പേരിൽ അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ മൊത്തം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്ര ശതമാനമെങ്കിലും ഓൺഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഓണർഷിപ്പ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 51% ആണ് റൈറ്റ് ആൻസർ. അപ്പൊ നിങ്ങൾ ഗവൺമെന്റ് കമ്പനിയുമായിട്ടുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതേണ്ട 3 പോയിന്റിലാണ് സാറുടെ മോള് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ 1956 പ്രകാരമോ ആയിരിക്കും ഗവൺമെന്റ് കമ്പനി ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 51% മൊത്തം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 51% എങ്കിലും ഗവൺമെന്റ് ഓണർഷിപ്പിന്റെ ആണെങ്കിൽ മാത്രമേ ഗവൺമെന്റ് കമ്പനി എന്ന പേരിൽ അറിയപ്പെടുകയുള്ളൂ. കൂടാതെ ഗവൺമെന്റ് കമ്പനിക്ക് എക്സാമ്പിൾ BHEL, HMT, സെയിൽ, ഫാക്ടറി, STC ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചു വെക്കും. അങ്ങനെയാണെങ്കിൽ സാർ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്. നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു മന്ത്രാലയത്തിന്റെ ഒരു മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണെന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. സോ താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? LIC ആണോ, RBI ആണോ, ദൂരദർശൻ ആണോ, KSRTC ആണോ എന്ന് നിങ്ങൾ എന്താക്കുക, താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഓൾ ദി ബെസ്റ്റ്.